ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബീഫ് കറി തയ്യാറാക്കിയാലോ. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ബീഫ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്രാമ്പൂവും പെരുംജീരകവും കറുവപ്പട്ടയും അതുപോലെ തന്നെ കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ മസാലകളൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകും വരെ. ശരിക്കും ബ്രൗൺ കളർ ആവണം എന്നില്ല നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഉള്ളിയുടെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിത് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നമുക്ക് ഈ സമയത്ത് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വിസിലിടാതെ 1 മിനിറ്റ് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ആവി ഇതിൽ വരുത്തിയെടുക്കാം. ഇപ്പം നമുക്കിതിലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്നു കൊടുക്കാം. ഒന്നുകൂടെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറു ചൂടുവെള്ളമാണ് ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്താൽ നമ്മുടെ ഇറച്ചിയിലേക്ക് മസാലകൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വിസിലിട്ട് ഇത് ബീഫ് വേഗം വരെ നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാം. അത് ഓരോ ബീഫ് അനുസരിച്ചിട്ട് നമ്മുടെ വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ നമ്മുടെ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണ്. കാരണം കറി കുറച്ചുകൂടെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് കറിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഫീഡ്ബാക്ക് വഴി അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.